തമിഴ്നാട്ടിൽ AIADMKയിലെ ഒ പനീർസെൽവം വിഭാഗം, TTV ദിനകരന്റെ അമ്മമകൾ മുന്നേറ്റ കഴകം, പട്ടാളി മക്കൾ പാർട്ടി, DMDK എന്നീ പാർട്ടികളെ NDA സഖ്യത്തിലേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ BJP ഒരുങ്ങിക്കഴിഞ്ഞു. BJP തമിഴ്നാട് അധ്യക്ഷൻ K. അണ്ണാമലയുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്കിടയിൽ BJP സ്വാധീനം വർദ്ധിപ്പിച്ചു വരുന്ന സാഹചര്യത്തിൽ NDA മുന്നണിയിലുണ്ടായ ഈ വിഭാഗം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന വേളയിൽ BJPക്ക് വലിയ കുതിപ്പ് നൽകുമെന്ന് സംശയമില്ല. ഇന്നലെ BJP നേതൃത്വവുമായി OPSഉം ദിനകരനും ചർച്ച നടത്തിയിരുന്നു. PMK നേതാക്കൾ അതിനു മുമ്പ് ചർച്ച നടത്തി. 15-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിലെത്തുമ്പോൾ NDA വിപുലീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തുക എന്നതാണ് ലക്ഷ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ കരുത്തു തെളിയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രചരണക്കളത്തിലിറക്കാനും BJP ശ്രമിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് തുടർച്ചയായ സന്ദർശനങ്ങൾ നടത്തിവരികയാണ് മോദി. ഈ മാസം 15-ന് സേലം അദ്ദേഹം വീണ്ടും എത്തുന്നതോടെ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മൂന്നാമത്തെ സന്ദർശനമാണിത്. സേലത്തും കന്യാകുമാരിയിലും കോയമ്പത്തൂരിലും പൊതുയോഗങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. കോയമ്പത്തൂർ, ഈറോഡ്, സേലം, നാമക്കൽ, കരൂർ മണ്ഡലങ്ങളിലെ വോട്ടർമാരെ മോദി അഭിസംബോധന ചെയ്യുന്നതിലൂടെ കൊങ്കുനാട്ടു മേഖലയിലെ വോട്ടർമാരെ ആകർഷിക്കാനാണ് BJPയുടെ നീക്കം. 1 ലക്ഷത്തിലധികം പ്രവർത്തകരെ യോഗത്തിൽ പങ്കെടുപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് പാർട്ടി. 16-നാണ് കന്യാകുമാരിയിൽ പൊതുയോഗം. കന്യാകുമാരി, തിരുനെൽവേലി, തൂത്തുക്കുടി, രാമനാഥപുരം, തെങ്കാശി എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ യോഗത്തിൽ പരിചയപ്പെടുത്തും. കഴിഞ്ഞ 2 പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ കന്യാകുമാരിയിൽ നിന്ന് പ്രധാനമന്ത്രി പ്രചരണങ്ങൾ ആരംഭിച്ചിരുന്നത്. പ്രധാനമന്ത്രിയുടെ വരവ് പാർട്ടിയെ ആവേശത്തിലാക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാ DMK, DMDK, PMK, പുതിയ തമിഴകം, തമിഴ് മാനിലെ കോൺഗ്രസ്, പുതിയ നീതികക്ഷി എന്നിവയാണ് BJPക്കൊപ്പം NDAയിലേക്ക് എത്തിയത്. എന്നാൽ ഇക്കുറി കൂടുതൽ കക്ഷികൾ BJPയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഇതോടെ തെളിഞ്ഞിരിക്കുന്നത്.